നമസ്കാരം. കേരളത്തിലെ വാർത്താ ചാനലുകൾ തകർച്ചയിലേക്കോ? തീർച്ചയായിട്ടും തകർച്ചയിലേക്ക് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. തമ്മിലടിച്ചും തലകീറിയും തകർച്ചയിലേക്ക് പൂട്ടിക്കൊണ്ടിരിക്കുന്ന പൂട്ടാൻ തയ്യാറായി നിൽക്കുന്ന നിരവധി വാർത്താ ചാനലുകളെയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് എന്ന് അവർ സ്വയം മനസ്സിലാക്കാതെ അവർ ഉദ്ദേശിക്കുന്നത് സമൂഹ മാധ്യമ അക്കൗണ്ടുകളാണ് അവരുടെ തകർച്ചയ്ക്ക് കാരണമെന്ന്. അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളെയും അതിലെ അക്കൗണ്ടുകളെയും ഒക്കെ മോശമായി ചിത്രീകരിക്കാൻ അവർ കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബ് ഉൾപ്പെടെയുള്ള അക്കൗണ്ടുകളെ അക്കൗണ്ടിൽ പ്രവർത്തിക്കുന്നവരെ, ചാനലുകളിൽ പ്രവർത്തിക്കുന്നവരെ ഒക്കെ മോശക്കാരാക്കാനും ഉള്ള നിരവധി വീഡിയോസും അതേപോലെ തന്നെ കോമഡികളും ഒക്കെയാണ് അവർ ചെയ്യുന്നത്. ഇതൊന്നും ജനം ഏറ്റെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടെ അതൊക്കെ തള്ളിക്കളയുമാണ്. എന്നിട്ടും അവർ മനസ്സിലാക്കുന്നില്ല. അവരുടെ പ്രധാന കാരണം അവരുടെ രാഷ്ട്രീയത്തിലെ പക്ഷപാതങ്ങളും അതേപോലെ തന്നെ അനാവശ്യ ഇടങ്ങളിലേക്കുള്ള കടന്നുകയറ്റങ്ങളുമാണ്. 2 ദിവസം മുമ്പേ നമ്മൾ കണ്ടതാണ് പത്തനംതിട്ടയിലെ ഒരു ഹോസ്പിറ്റലിലെ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനെ പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ചാനലുകാർ തള്ളിക്കയറുകയുണ്ടായി. അത്തരത്തിൽ ആളുകൾക്ക് ബോറടിപ്പിക്കുന്ന മോശം പരിപാടികളുമായിട്ടാണ് നമ്മുടെ വാർത്താ ചാനലുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായ പ്രതിഷേധങ്ങളും പല സ്ഥലങ്ങളിലും ഉയരുന്നുമുണ്ട്. ആളുകളുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് കടന്നു കയറുക, ഇല്ലാത്ത വാർത്തകൾ സൃഷ്ടിക്കുക, രാഷ്ട്രീയ പക്ഷപാതം കാണിക്കുക, ഇത്തരത്തിൽ വളരെ മോശം പ്രകടനമാണ് നമ്മുടെ വാർത്താ ചാനലുകൾ, കേരളത്തിലെ വാർത്താ ചാനലുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതനുസരിച്ച് അവർ മുന്നേറുകയില്ല, മറിച്ച് പിന്നോട്ട് പോവുകയാണ്. ഇന്ന് സമൂഹ മാധ്യമങ്ങളെ അധിക്ഷേപിക്കുന്ന വാർത്താ ചാനലുകൾ പലതും യൂട്യൂബിന് പിന്നാലെ എത്തിയിട്ടുണ്ട്. അവരുമൊക്കെ യൂട്യൂബ് ചാനൽ ആരംഭിച്ച് ആ യൂട്യൂബ് ചാനലിൽ കൂടെ വിജയിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം കൂടെ നടത്തുകയാണ്. തീർച്ചയായിട്ടും അതിൽ അവർക്ക് വിജയിക്കാൻ കഴിയണമെന്നില്ല. കാരണം അവരുടെ മുതൽ മുടക്ക് കോടികളാണ്. ആ കോടികൾ മുതൽ മുടക്കുന്ന ചാനൽ മേധാവികളും അവരുടെ ഗുണ്ടാപ്പടയുമൊക്കെ സാധാരണ യൂട്യൂബ് പ്രവർത്തകരെയും അതേപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നവരെയുമൊക്കെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും പല മേഖലകളിലും നമ്മൾ കണ്ടുവരുന്നുണ്ട്. അവരുടെ രാഷ്ട്രീയ പക്ഷപാതത്തിന് കൂടെ നിൽക്കാത്തവരെയൊക്കെ മൊത്തത്തിൽ അധിക്ഷേപിക്കുക, സമൂഹ മാധ്യമ പ്രവർത്തകരെ അടച്ചാക്ഷേപിക്കുക, ഇതൊക്കെയാണ് ഇന്നവർ ചെയ്യുന്നത്. ഇതൊന്നുമല്ല അവരുടെ താഴ്ചയ്ക്ക്, അവരുടെ തകർച്ചയ്ക്ക് കാരണം എന്നവർ മനസ്സിലാക്കുന്നില്ല. അവരുടെ തകർച്ചയ്ക്കുള്ള പ്രധാന കാരണം ആളുകളെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും അതേപോലെ തന്നെ വാർത്തകൾ ചില പ്രത്യേക മേഖലകൾ മാത്രം ഒതുക്കി നിർത്തുവാനും ഉള്ള അവരുടെ വല്ലാത്തൊരു ശ്രമമാണ്. ജനങ്ങൾക്കിഷ്ടപ്പെടുന്ന വാർത്ത പറയാതെ അവർക്കിഷ്ടപ്പെടുന്ന വാർത്ത, അത് ഏതെങ്കിലും പക്ഷപാതത്തിൻ്റെ ഏതെങ്കിലും പക്ഷം പിടിച്ചോ ഒക്കെയുള്ള വാർത്തകൾ ജനങ്ങളെ കൊണ്ട് കാണിക്കണം, ജനങ്ങളത് കാണണം, അത് മാത്രമേ കാണാവൂ എന്ന നിർബന്ധം പിടിക്കും പോലെയാണ് നമ്മുടെ വാർത്താ ചാനലുകൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് അവരുടെ തകർച്ചയ്ക്കും താഴോട്ട് പോക്കിനും കാരണം. ഒന്നിനൊന്ന് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വാർത്താ ചാനലുകൾ ഇന്ന് വാർത്താ ചാനലുകളെ 24 അവേഴ്സ് വീക്ഷിക്കാൻ കേരളത്തിലെ മലയാളികൾ തയ്യാറല്ല. കാരണം അവർക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ആവശ്യാനുസരണം ലഭിക്കുന്നുണ്ട്. പക്ഷപാതമില്ലാത്ത പല വാർത്തകളും അവർക്ക് ലഭിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ്. ഈ രാഷ്ട്രീയ ചേരിതിരിവും പക്ഷപാതവും കാണിക്കുന്ന വാർത്താ ചാനലുകൾ ഒരിക്കലും മുന്നോട്ട് പോകില്ല, പിന്നോട്ട്